ഇപ്പം രാവിലെ വീട്ടിലുണ്ടല്ലോ ഒരു ജഗ പുകയാണ് കേട്ടോ. LKG UKG അല്ലൂട്ടിന് ഫുഡൊന്നും കൊണ്ടുപോകണ്ടല്ലോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഉച്ചക്കത്തേക്കുള്ള ഫുഡ് സ്നാക്സും ഒക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ അമ്മമ്മയും കൂടെ അടുക്കളയിലൊരു യുദ്ധം തന്നെയാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയച്ചിട്ടോ ഇതേപോലെ മൂപ്പര് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും കേട്ടോ. കുറച്ചെന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെയും ഫുഡ് കൊടുത്ത് പിന്നെ സ്നാക്സ് കഴിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലിമിറ്റിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ആയിട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ കഴിക്കുമല്ലോ. പക്ഷേ ഇന്നത്തെ സ്നാക്സ് അവന് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം അവനൊരു മധുരപ്രിയനേ അല്ല. ഇത് തുമ്പിയാണെങ്കിൽ വാരി വലിച്ച് തിന്നേനെ. ഇപ്പോൾ കോഴിമുട്ടയുടെ വെള്ള മാത്രമേ മൂപ്പര് കഴിക്കൂ. എന്ത് കണ്ടിട്ടാണോ എന്തോ മൂപ്പരുടെ ബോഡിയിൽ എന്തോ വലിയ ഫാറ്റുള്ള കണക്കാണ് മൂപ്പരെ വിചാരം. അതായത് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ വെള്ള മാത്രമല്ലേ കഴിക്കുള്ളൂ, അപ്പോൾ ഞാനതേ കഴിക്കുള്ളൂ പറഞ്ഞിട്ട് തീരെ മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ ബാഗിലൊക്കെ ആക്കി സെറ്റാക്കി വിടുകയാണ്. ഓനെ ഒരുക്കിയിട്ടും അമ്മയ്ക്ക് മതിയാവണില്ല. ഇനി വേണമെങ്കിൽ ഒരു കറുത്ത പൊട്ടും കറുത്ത ബ്യൂട്ടി കുത്തും കൂടെ ഇട്ട് അമ്മയ്ക്ക് സന്തോഷമാവും. ഇപ്പം എൻ്റെ 2 മക്കളുടെയും വളർച്ച റിവേഴ്സ് ഗിയറിലാണ് കേട്ടോ. എന്താണെന്നറിയോ, കൊഞ്ചിക്കൽ കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ അമ്മയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഞാൻ പറയും, അമ്മേ ഇതൊക്കെ കഴിഞ്ഞ് അമ്മ പോയി കഴിഞ്ഞാൽ ഞാൻ പെടും, 3 എണ്ണത്തിന് കൂടെ കൊഞ്ചിച്ച് ഉക്കത്തും കെട്ടി നടക്കേണ്ടി വരും ഞാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അമ്മ പറയും ഇപ്പോഴല്ലേ മക്കളെ കൊഞ്ചിക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ കൊഞ്ചിക്കലൊക്കെ ഉണ്ട്, പക്ഷെ അമ്മയുടെ അത്രയില്ല കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലെ സ്പൈഡർമാൻ ഇതാ സ്കൂളിലേക്ക് പോവാണ്. ഇന്നത്തെ ദിവസം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ബാഗിന്. കാരണം ബുക്സ് കൊടുത്തേക്കണം. ഒരു ദിവസം നോട്ട്ബുക്കും ഒരു ദിവസം ടെക്സ്റ്റ് ബുക്കും മൊത്തം അങ്ങോട്ട് കൊടുത്തേച്ചാൽ പിന്നെ അവർ ആവശ്യമുള്ള ബുക്സ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കുള്ളൂ കേട്ടോ. പിന്നെ ഇവരെല്ലാവരും കൂടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ അമ്മയെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ കമ്പനി മുക്ക് ജംഗ്ഷനിലെത്തിയാണ് അമ്മമ്മ വണ്ടിക്ക് കാത്തു നിൽക്കുകയാണേ. 8:10 ഫസ്റ്റ് ബെല്ലടിക്കുന്ന അറിയാണ്ട് ഞാനൊന്ന് അങ്ങോട്ട് പറഞ്ഞു പോയി. പിന്നെ അതാ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ അയ്യോ 8:10 ബെല്ലടിക്കും 8:10 ബെല്ലടിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ വണ്ടിക്ക് കാത്ത് നിന്ന് അവസാനം നമ്മുടെ ഇക്ക എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. LKG UKG അല്ലൂസിനെ കൊണ്ടുപോയി അതേ വണ്ടി തന്നെയാണ് കേട്ടോ. ഇവനെ കയറ്റി വിട്ടിട്ട് വേണം ഞാൻ അടുത്ത മുതലിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. മൂപ്പത്തി നല്ല ഉറക്കാണ് കേട്ടോ. അതാണ് തുമ്പീനെ സ്ക്രീനിൽ കാണാത്തത്. ഇനിയിപ്പം നമ്മൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ അവൻ ഉച്ചയ്ക്ക് ഇതെങ്ങനെ കഴിക്കും എന്നുള്ളതാട്ടോ. ഞാൻ ഓൾറെഡി മാമിനെ വിളിച്ച് പറഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ, ഭക്ഷണം കഴിക്കുന്നത് ഓനെ കൊണ്ട് കഴിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മാമിനെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. വണ്ടിയിലൊക്കെ കയറിയപ്പോഴാണ് മൂപ്പർക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ കുട എടുത്തില്ല എന്ന്. പിന്നെ അവിടെ നടന്നത് റിലേ ആയിരുന്നു കേട്ടോ. അമ്മമ്മ ഓടുന്നു, കുട എടുക്കുന്നു, അമ്മയ്ക്ക് പാസ് ചെയ്യുന്നു, അമ്മ കൊണ്ട് കൊടുക്കുന്നു. അമ്മേ ഞാൻ കണ്ടപ്പം നമ്മളെ ഓട്ടോയിലെ ഇക്ക വിചാരിച്ചിട്ടുണ്ടാവും, ഹൈ ചുറുചുറുക്കുള്ള മനുഷ്യന്മാരാണല്ലോ എന്ന്. പണ്ട് ഞാൻ സ്ലോ മോഷനിലാണല്ലോ ഓരോന്ന് ചെയ്യല്. 2 മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ കാണാം ഇക്ക 2-3 ഹോൺ അടിച്ചാലേക്കും ചെക്കനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കുക. അതായിരിക്കും അവസ്ഥ ഉണ്ടാവുക. കാരണം നമ്മൾ ഈ ചെറുതും പിന്നെ നമ്മളെ തുമ്പിമോളും അല്ലൂസും എല്ലാവരും പാടെ ആകുമ്പോൾ ഹൈ കുശാലായി എൻ്റെ കാര്യമല്ലേ.